പ്രിയമുള്ള നിരീശ്വരവാദികളെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വേദനിപ്പിക്കാൻ പാടില്ല, നിങ്ങളുടെ അമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും കേൾക്കാത്ത വാക്കുകൾ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തിയത്, എന്നിട്ട് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല, അച്ഛനെ പറയിപ്പിക്കാൻ പാടില്ല, അമ്മയെ പറയിപ്പിക്കാൻ പാടില്ല. നിരീശ്വരവാദം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറും ഇസ്ലാമിനെതിരെ മാത്രമാണ് പറയുന്നത്. മറ്റുള്ള മതങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുപോയതാണോ, മറന്നുപോയതാണോ, അതോ പേടിയായതുകൊണ്ടാണോ? നിരീശ്വരവാദം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ മാത്രം നായ കുരക്കുന്നത് പോലെ കുരക്കുന്ന, ഒരുപാട് കാലം മുമ്പ് കുരച്ചവരൊന്നും ഇന്ന് ബാക്കിയില്ല. അവർ കിടക്കുന്ന സ്ഥലം ആർക്കും എവിടെയാണെന്നറിയില്ല. പക്ഷേ അവർ കുരച്ചിരുന്നത് ഒരേ ഒരാളെക്കുറിച്ചാണ്. ആ ആൾ ഇന്നും പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നുണ്ട്. ആ ആളുകളെ കാണണമെങ്കിൽ ഒരു സെക്കൻഡ് സമയം പോലും കിട്ടുന്നില്ല. അത്രയും വലിയ തിരക്കുള്ള സ്ഥലത്താണ് ആ ആളുകളുള്ളത്. ഇസ്ലാമിനെ കുറിച്ച് കരിവാരിത്തേക്കാൻ നടക്കുന്ന നിങ്ങൾ ഇസ്ലാമിനെ ഒന്ന് നോക്കൂ. അവരെത്രയോ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, കൾച്ചറുകൾ, അങ്ങനെ ലോകത്തൊരുപാട് നന്മകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ ദൈവഭയം കാരണം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ സമാധാനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ GCCയിലുള്ള ഏത് രാജ്യത്തിലേക്ക് പോയാലും നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റും. മറ്റുള്ള ഏത് രാജ്യത്തെക്കാളും നിങ്ങൾക്കവിടെ പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങളുടെ മതമോ കളറോ നിങ്ങളുടെ കഴിവോ സമ്പത്തോ അവർ നോക്കുന്നില്ല. മറ്റുള്ളൊരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാണിക്കണം. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ അങ്ങോട്ട് കയറ്റുകയുള്ളൂ. ഇതൊന്നും നോക്കാതെ നിങ്ങൾ എത്രയും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവരുടെ മതം നിങ്ങളുടെ ഉള്ളിൽ വെക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങളോട് കരുണ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇന്ന് എത്രയോ ഗൾഫ് നാടുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അവർക്ക് നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും സൗകര്യവും